ആ തെന്മല ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രോപ്പറായ രീതിയിലല്ല. കാര്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട് വെക്കുന്ന സമയത്ത് ആ വീടൊക്കെ വെക്കാനായിട്ട് ആ സമയത്ത് അവിടെ വന്നേക്കുന്ന സിമെൻറ്റ് മുഴുവൻ ഈ തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന സിമെൻ്റാണ് ബ്ലാക്കിൽ ആ ഏരിയയിൽ മൊത്തം ആക്കിയത്. ആ സിമെൻ്റൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചായിട്ട് എനിക്ക് എൻ്റെ പേരൻസ് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ കമന്റ്. മുല്ലപ്പെരിയാർ ഇങ്ങനെ നീണ്ടുപോകാനുള്ള മറ്റൊരു കാരണവും ഇല്ല. അൺഹെൽത്തി പൊളിറ്റിക്സിൻ്റെ ഭാഗം മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യം നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാർ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തൊരവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. മുല്ലപ്പെരിയാർ ഈ ഡാമുകളിൽ ഏറ്റവും സുരക്ഷിതമായ ഡാമാണ്. ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് അത് കുറേ കാലം കൂടി ചിലപ്പോൾ സർവൈവ് ചെയ്യുന്നിരിക്കും. ഈ ഡാമുകളെല്ലാം ഒരു വാട്ടർ ബോംബായിട്ട് നമ്മൾ തന്നെ കാണണം. അതിനകത്തുള്ളൊരു പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് പൊട്ടുന്ന സമയത്ത് നമ്മളിപ്പം കണ്ടതാണ്, വെറും ഒരു ഉരുള് പൊട്ടിയപ്പോൾ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയി. അതിൻ്റെ 1000 മടങ്ങ് ശക്തിയിലായിരിക്കും ഒരു മുല്ലപ്പെരിയാർ ഡാമോ. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം പൊളിയും. ആദ്യം സർക്കാർ ഈ ഡ്രിങ്ക്സ് കൊടുക്കുന്ന പരിപാടി ആദ്യം നിർത്തണ്ടേ? കേരള സർക്കാർ തന്നെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡ്രിങ്ക്സിന്റെ പുറത്തല്ലേ. അതിൽ തെറ്റൊന്നും കാണുന്നില്ല. സർക്കാർ ഇത് വിൽക്കുന്നിടത്തോളം കാലം, അതിന്റെ ടാക്സ് വെച്ചിട്ട് സർക്കാർ ഓടുന്നിടത്തോളം കാലം മുകേഷ് നായർ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു വാട്ടർ ബോംബിന്റെ മുന്നിൽ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഈ കോൺക്രീറ്റ് ഡാമുകൾ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അത് ഒരു ദിവസം പൊട്ടിയേ പറ്റത്തുള്ളൂ. അതിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. എനിക്കറിയാം ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇട്ടിട്ട് നമ്മൾ എന്ത് സ്ട്രക്ചർ പണിത് കഴിഞ്ഞാലും അതിന് ഒരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് തകർന്നേ വരത്തുള്ളൂ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് കർണികയുടെ വിശേഷങ്ങളുമായി സോഹൻ റോയ് സാറാണ്. വെൽക്കം. നമസ്തേ സർ. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. കാരണം ഇതിലൊരു ലാഭവിഹിതം നമ്മൾ വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഇത് സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നോ? ലാഭവിഹിതമല്ല, ലാഭം മൊത്തം കൊടുക്കുകയാണല്ലേ. ഇത് ചാരിറ്റി മൂവിയാണ്. കാര്യം മലയാളത്തിലല്ല, ലോക സിനിമയിൽ തന്നെ ചാരിറ്റി മൂവി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങിയ ഞങ്ങളാണ്. കാര്യം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ഒരു തുകയുണ്ടല്ലോ, അതിൽ റിട്ടേൺസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നേരിട്ട് അത് കൊടുക്കുന്നതിന് പകരം ഒരു സിനിമ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള വരുമാനം സിനിമയിൽ ഈ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെല്ലാം ഈ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരിലും ശരിക്കും പറഞ്ഞാൽ അവരും സ്റ്റാർവ് ചെയ്യുകയാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ആഗ്രഹങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ഈ ചാരിറ്റി ഡ്രൈവിൽ പങ്കെടുക്കാം. കാര്യം ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെയാണ്. നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടിക്കറ്റിൻ്റെ പണവും ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അത് ചാരിറ്റിയിലേക്ക് കൊടുക്കുക. ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മളെ ഏറ്റവും വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് വയനാട് ദുരന്തമാണ്. അപ്പോൾ വയനാടിന് വേണ്ടി ഇത് മാറ്റിവെക്കുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ചാരിറ്റി റിലേറ്റഡ് ആണെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് വയനാട്ടിലെ ദുരന്തം നമ്മൾ ഇപ്പോഴാണല്ലോ വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എന്തായിരുന്നു സാർ പ്ലാൻ? ഇല്ല, ഞങ്ങൾ തുടങ്ങിയത് ജലമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളുടെ ഒരു പോളിസിയാണ്, എല്ലാ വർഷവും ഒരു സിനിമ നിർമ്മിക്കുക ചാരിറ്റി കൺസെപ്റ്റിൽ, അതിൽ വരുമാനം വരുന്നത് അതിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഞങ്ങൾക്കതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ചിത്രം വിജയമോ പരാജയമോ എന്നുള്ളത് ഞങ്ങളുടെ അല്ല. ചിത്രം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷനായിട്ട് കാണും. ഇതിനു മുമ്പ് ഇപ്പോൾ മൂവി വിജയിച്ച് കൊടുത്ത ഒരു ചാരിറ്റി എന്തായിരുന്നു? ജലത്തിൻ്റെ ആക്ച്വലി ജലത്തിൽ ഞങ്ങളുടെ കളക്ഷനേക്കാളും കൂടുതലാണ്. ഞങ്ങളും കൂടി അതിനകത്ത് ഇട്ടിട്ടാണ് ഞങ്ങൾ പല വീട് വെച്ച് കൊടുക്കുന്ന പ്രോജക്റ്റും പലതും ചെയ്തിട്ടുണ്ട്. സാറിന് ഇതേപോലെ ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആളുകൾ വന്നിങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. അത് എല്ലാവർക്കും ഇതിൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പം പലരും പ്രോമിസ് തന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ മാത്രമേ ഇത് തുടങ്ങിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ വരട്ടെ. കാര്യം നമ്മൾ ചാരിറ്റിക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു പർപ്പസ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ചാരിറ്റി മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് കലാകാരന്മാരെ കൂടെ ഒരു കൈത്താങ്ങാവുന്ന കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? അവരിപ്പോൾ നോർമൽ റെമ്യൂണറേഷൻ തന്നെയാണോ വാങ്ങുന്നത്? നോ. ചാരിറ്റി മൂവീസിൽ എപ്പോഴും ആർട്ടിസ്റ്റുകൾ
അവർ ഏറ്റവും കാര്യം അവരും ഇതിൻ്റെ ഒരു ഭാഗമാവുകയാണ് അവരെ കൊണ്ട്. പക്ഷേ എന്നാൽ ഒരിക്കലും ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തും പോയി ഫ്രീ ആയിട്ട് ചോദിക്കുന്നില്ല. അവരും അവരുടേതായ രീതിയിൽ, കാര്യം അവരുടെ സമയത്തിന് വിലയുണ്ടല്ലോ, അപ്പം അവരും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. എല്ലാവരും കാര്യം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആസ് എ പ്രോജക്ട് ഡിസൈനറാണ് ഞാൻ ഇതിനകത്തെല്ലാം. ഞാൻ ഇന്ന് വരെ ₹1 പോലും ഇതിനകത്ത് പ്രോജക്ട് ഡിസൈനർ എന്ന് പറഞ്ഞ രീതിയിലൊരു കോസ്റ്റ് എടുത്തില്ല. എനിക്കൊരു സന്തോഷമാണ് ഇത് ഇത്തരം സിനിമകളിൽ ഭാഗമാവുക, നമ്മളെ കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ഒരു ലാഭവിഹിതമല്ല, ലാഭം തന്നെ. അപ്പോൾ എന്താണ് പ്ലാൻ? വീട് വെച്ച് കൊടുക്കാനാണോ? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തേക്കുന്നത് ഈ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ മൊത്തം ഉത്തരവാദിത്വം ഓൾറെഡി ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയും മരിച്ച കുട്ടികളെ മൊത്തം, കാര്യം അവരുടെ പഠനം നോക്കണം, അവരുടെ കരിയർ ഡിസൈൻ നോക്കണം, അവരെ ഒരു തൊഴിലിലേക്ക് എത്തിക്കണം. ഇനിയിപ്പോൾ അവർക്കൊരു നല്ല തൊഴിൽ മറ്റിടത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിൽ അവരെ എത്തിക്കണം. അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിൽ ആരെങ്കിലും ഒരാൾ മാത്രം നഷ്ടപ്പെട്ട 10 കുട്ടികളെ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതിനകത്തേക്ക് കൂടുതൽ ഫണ്ട് വരികയാണെങ്കിൽ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും, ഡോക്ടേഴ്സ് ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളടത്ത് നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ നമ്മൾ കർണികയിലോട്ട് വരാണെങ്കിൽ ഒരു ഹൊറർ ത്രില്ലറാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലൈക്ക് സ്റ്റോറി ഐഡിയാസ് ഒക്കെ ആരുടേതായിരുന്നു? ഇല്ല, ഇത് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഷോർട്ട് ഫിലിമുമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ വരുന്നത്. അപ്പം എന്നെ കാണിക്കുക, കാര്യം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു വ്യക്തിയെ കണ്ട് ഒരു നല്ല അഭിപ്രായം വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഷോർട്ട് ഫിലിമിൽ ഒതുങ്ങേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അവരോട് തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഇതിൽ ഷോർട്ട് ഫിലിം ഒതുക്കാതെ ഇതിനെ നിങ്ങളൊരു സിനിമയാക്കി മാറ്റുക, അതിൻ്റെ തിരക്കഥയുമായിട്ട് വരാൻ പറഞ്ഞു. അവർ വന്നു, നന്നായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സാർ, ഈ ഡാം 999 സാറിൻ്റെ കയ്യിലോട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയ കിട്ടിയത്? അല്ല, ഡാം 999 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനൊരു സോഷ്യൽ റിലവൻസ് ഉള്ളൊരു ചിത്രം കണ്ടപ്പോഴാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ആ സമയത്ത്, ഇതൊരു 2011 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ 2008 2009 ആ കാലഘട്ടത്തിൽ അതിൻ്റെ തിരക്കഥയൊക്കെ റെഡിയാവുന്നത്. അപ്പോൾ അന്നേ മുല്ലപ്പെരിയാർ ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ മുല്ലപ്പെരിയാർ ഇന്നും അവിടെയുണ്ട്, ആ ഇഷ്യൂ ഇന്നും അവിടെയുണ്ട്. ഇന്ന് കൂടുതൽ അതിന് റിലവൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് സാറ് കരുതിയിരുന്നു അത് ആ സിനിമ കണ്ടിട്ടെങ്കിലും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഡീകമ്മീഷൻ ചെയ്യും? ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അപ്പം ലോകത്തിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഡാംസ് ഉണ്ട് ഇതുപോലെ. എസ്പെഷ്യലി കോൺക്രീറ്റ് ഡാംസിനൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ 50 വർഷമാണ്. ഈ 50 വർഷം കഴിയുമ്പോൾ ഈ ഡാമുകൾ മാറ്റത്തിനെ കുറിച്ച് ഇന്ന് വരെ ആരും ആലോചിച്ചിട്ടില്ല. എല്ലാവരും ഡാമുകൾ നിർമ്മിച്ചു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങേ എൻഡ് തൊട്ട് ഇങ്ങേറ്റ് വരെ ഡാമുകളുടെ ഒരു നീണ്ട നിരയാണ്. പക്ഷേ നമ്മളാരും ആലോചിച്ചിട്ടില്ല നാളെ ഈ ഡാമിന് എന്ത് പറ്റുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാലും എൻ്റെ ഒരു കൺസെപ്റ്റ് മുല്ലപ്പെരിയാർ ഈ ഡാമുകളിൽ ഏറ്റവും സുരക്ഷിതമായ ഡാമാണ്. കാര്യം അതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് അത് കുറേ കാലം കൂടി ചിലപ്പോൾ സർവൈവ് ചെയ്യുന്നിരിക്കും. പക്ഷേ കോൺക്രീറ്റ് ഡാമുകൾ അങ്ങനെയല്ല. ഈ കോൺക്രീറ്റ് ഡാമുകൾ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അത് ഒരു ദിവസം പൊട്ടിയേ പറ്റത്തുള്ളൂ. അതിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. എനിക്കറിയാം ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇട്ടിട്ട് നമ്മൾ എന്ത് സ്ട്രക്ചർ പണിത് കഴിഞ്ഞാലും അതിന് ഒരു പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് തകർന്നേ വരത്തുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറിനേക്കാളും മറ്റ് ഡാമുകളും, കാര്യം നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും ഏതെങ്കിലും ഡാമിൻ്റെ മുന്നിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഡാമുകൾ നമ്മൾ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ദുരന്തമായിട്ട് തന്നെ മാറും. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ മുല്ലപ്പെരിയാർ കുറച്ച് നാളും കൂടെ മേ ബി സർവൈവ് ചെയ്തേക്കാം എന്ന്. സാറിൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടിരിക്കുന്ന ഡാംസ് ഏതൊക്കെയായിരിക്കും? ഇല്ല, ഏറ്റവും വലിയ ദുരന്തം വരാൻ പോകുന്നത് എല്ലാ കോൺക്രീറ്റ് ഡാമുകളും 50 വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാമുകളും കേരളത്തിലുള്ള മിക്കവാറും എല്ലാ കോൺക്രീറ്റ് ഡാമുകളും 50 വർഷം കഴിഞ്ഞാണ്. ഇതെല്ലാം ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഒരുപക്ഷെ മറ്റ് ഡാമുകളെക്കാൾ ഒരുപക്ഷെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അത് നിൽക്കുന്ന ഒരു എർത്ത് പ്രോൺ ഏരിയയിലാണെന്നുള്ളതാണ്. ആ എർത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറിലെ ഏത് ഡാമാണെങ്കിലും എർത്ത് വന്നു കഴിഞ്ഞാൽ തകർന്നേ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ
ഇപ്പം വയനാട്ടിൽ തന്നെ സംഭവിച്ചെന്താണ്, ഒരു ഉരുൾപൊട്ടലാണ്. ഈ ഉരുൾപൊട്ടൽ, ഈ ഡാമുകളെല്ലാം ഉള്ള സ്ഥലത്ത് ഉരുൾപൊട്ടൽ സ്വാഭാവികമാണ്. എസ്പെഷ്യലി ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ ഒരു അവസരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെയിൻ ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പം അൺഎക്സ്പെക്റ്റഡ് റെയിൻ വരികയോ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എർത്ത് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡാമുകളെല്ലാം തകരും. അപ്പോൾ നമ്മളൊരു വാട്ടർ ബോംബിൻ്റെ മുന്നിൽ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കുക എന്നുള്ളതാണ്. സ്റ്റിൽ ആളുകൾ ഓരോ മഴക്കാലം വരുമ്പോഴും ഡാം 999 വിഷ്വൽസ് ആണ് എല്ലാവരും എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ആക്കുന്നത്. ആ ഒരു സമയത്ത് ആളുകളുടെ ഇടയിൽ ഭീതി പരത്തുക അങ്ങനെ എന്തെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂ കത്തി തുടങ്ങുന്നത് തന്നെ ഡാം 999 വിഷ്വൽസ് പുറത്തു വന്നതോടുകൂടിയാണ്. കാര്യം ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മുല്ലപ്പെരിയാറിലേക്ക് ഒരു ദിവസം 50,000 തൊട്ട് 1,00,000 പേര് വരെ മാർച്ച് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. കാര്യം അന്നാണ് ആൾക്കാർ ആദ്യമായിട്ട് ഇതിനെ, കാര്യം ആ മുല്ലപ്പെരിയാർ പൊട്ടി ആ വെള്ളം കൊച്ചിയിലേക്ക് വരുന്നത് അതുപോലെയാണ് നമ്മൾ ചിത്രീകരിച്ചത്. പക്ഷെ അതും അന്ന് ടെക്നോളജി അത്രയൊന്നും അഡ്വാൻസ്ഡ് അല്ല. നമ്മൾ എന്നിട്ടും ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ഗ്രാഫിക്സ് മൂവി എന്ന് പറയാൻ അത് തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ആ അന്നത്തെ കാലത്തെ ടെക്നോളജിയിൽ നമ്മൾ നന്നായിട്ടത് ചെയ്തിരുന്നു. അതിൻ്റെ എന്താണ്, വെറും ഗ്രാഫിക്സ് മാത്രമല്ല, അതൊരു അതിൻ്റെ മോഡൽസൊക്കെ നമ്മൾ മിനിയേച്ചേഴ്സൊക്കെ ചെയ്തിട്ടാണ്, ഒരു കോമ്പോസിറ്റ് മോഡലിലാണ് ചെയ്തത്. മിനിയേച്ചേഴ്സ് ആൻഡ് ഗ്രാഫിക്സിലൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ അത് നന്നായിട്ട് അതിൻ്റെ വിഷ്വൽസ് വന്നതുകൊണ്ടാണ് ജനങ്ങൾ പാനിക് ആയത് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ട് അതിലെ വിഷ്വൽസിന് സാധിച്ചിട്ടുണ്ട്. ആ സിനിമ ഞങ്ങൾ വീണ്ടും ഇപ്പം റീ റിലീസ് ചെയ്യണം അടുത്ത മാസം. അപ്പോൾ അത് വിത്ത് നല്ല ബെറ്റർ സൗണ്ട് എഫക്ട്സോട് കൂടി 4K ക്വാളിറ്റിയിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഡാം 999 പല സീൻസ് കാണുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി ഫീൽ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും അവർ ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് ആ പല സീൻസിലും മലയാളം ഡബിൽ ചെയ്തത്? അല്ല, ഇത് ഈ ഡാം എന്ന് പറയുന്നൊരു പ്രോബ്ലം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഇന്റർനാഷണലി നമ്മൾ ലോകം മുഴുവൻ ഏതാണ്ട് ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 20,000-ഓളം ഡാമുകൾ ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്നൊരു സമയമായിരുന്നു. അപ്പം ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങേണ്ട ഉള്ളതുകൊണ്ടാണ് ഇത് അന്ന് ഇംഗ്ലീഷിൽ ഈ സിനിമ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഏതാണ്ട് 5ഓളം ഭാഷകളിലേക്ക് ഇത് ഡബ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തത് അതുകൊണ്ടാണ്. അത് ഒരു 130ഓളം ഫിലിം ഫെസ്റ്റിവൽ വേൾഡ് വൈഡ് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് പോയി എല്ലാവരും ശ്രദ്ധ നേടിയൊരു ചിത്രമാണ്. അപ്പം ഈ ഒരിക്കലും മുല്ലപ്പെരിയാർ മാത്രമല്ല ഡാം 999 ഒരു കാതലായ കാഴ്ചപ്പാട്. അത് എല്ലാ ഡാമുകളും, ഈ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡാമുകളും, കാര്യം ലോകത്തിലുള്ള 90%-ലേറെ സിനിമ ഡാമുകളും കോൺക്രീറ്റ് ഡാമുകളാണ്. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒന്നെങ്കിൽ പൊട്ടണം, അല്ലെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ പൊട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഡാമുകളാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് കരുതി തന്നെയാണ് ഇതൊരു ഇൻ്റർനാഷണൽ മൂവി ആയത്. കാര്യം ഈ ചിത്രം ഒരു ഹോളിവുഡ് ഫോർമാറ്റിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് വാർണർ ബ്രദേഴ്സ് ഇത് എടുത്തേക്കുന്നത്. അപ്പം ഒരു വെറും മലയാളത്തിൽ ഒതുങ്ങേണ്ട ചിത്രമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിന്റെ റീ റിലീസ് അപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേരളത്തിൽ മാത്രമാണോ? അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങളത് ചെയ്തേക്കുന്ന കാര്യം, ഇത് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ വീണ്ടും പൊങ്ങി വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മലയാളം വേർഷനാണ് ഞങ്ങൾ. ഇപ്പോൾ മലയാളം അല്ല ആക്ച്വലി, നമ്മൾ ഒരിക്കലും സിനിമയ്ക്ക് ഒരിക്കലും ലാംഗ്വേജ് ഇനി മുതൽ ഒരു ബാരിയർ ഇല്ല. നമ്മൾ വിഷ്വൽസ് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ ട്രാക്ക് 100 ലാംഗ്വേജിൽ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മുല്ലപ്പെരിയാറിന് കുറച്ചുകൂടെ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ അവയർനെസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷ്വൽസ് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി അതിൻ്റെ മലയാളം വേർഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പക്ഷേ ഇത് എന്താണ് OTT പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് നിരവധി ലാംഗ്വേജസിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ മുല്ലപ്പെരിയാർ അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഒരു ഡാം ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇനി ഇല്ലല്ലോ. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന് അതിനോടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കാണുന്നത്. സാറിന് അതിനോടുള്ള അഭിപ്രായം എന്താ? ഇല്ല, ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ നീണ്ടുപോകാനുള്ള മറ്റൊരു കാരണവും ഇല്ല. അത് ഇവിടുത്തെ ഒരു എന്താണ് അൺഹെൽത്തി പൊളിറ്റിക്സിൻ്റെ ഭാഗം മാത്രമാണ്. കാര്യം ഇതിലൂടെ ചില ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് തീർച്ചയായിട്ടും ഉണ്ട്. അവരാണ് ഇതിനെ തടയിടുന്നത്. അല്ലെങ്കിൽ എന്നേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള കാര്യം. നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാർ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തൊരവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. പക്ഷെ സർ, ഈ ഡാം പോയി കഴിഞ്ഞാൽ കേരളം ഇല്ല. കേരളം ഇല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലല്ലോ.
കേരളം ഇല്ലാത്തതല്ല, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അതിന് മുന്നിലുള്ള ആൾക്കാരാണ് ഇല്ലാതെ. പക്ഷേ ഇപ്പം ഈ ഡാം ട്രിപ്പിൾ നയൻ തന്നെ നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്തെ ഓൾഡ് ഡാം അല്ല ഇതിനകത്ത് വലിയ ഒരു ഡേഞ്ചറായിട്ട് നമ്മൾ കാണിക്കുന്നത്. കാര്യം ഇതിനകത്തൊരു നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ ഓൾഡ് ഡാം അല്ല, ഇനി ന്യൂ ഡാം ആണെങ്കിലും ഇത് പൊട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണിക്കുന്നത്, ആ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, പുതിയൊരു ഡാം അതിനകത്ത് പണിയുന്നതിനകത്തുള്ള കറപ്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നാളെ മുല്ലപ്പെരിയാറിന് പകരം ഇതിന് മുന്നിൽ നമ്മൾ പുതിയ ഡാം പണിതാൽ പോലും അത് അതിൻ്റെതായ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ മുല്ലപ്പെരിയാറിനേക്കാളും വലിയ ദുരന്തമായിട്ട് അതിനെ മാറും. കാര്യം ഞാനിപ്പം എൻ്റെ വീട് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ട് ബാക്കിലുള്ളതാണ് തെന്മല ഡാം. എനിക്കത് ഇപ്പോഴും പറയാൻ പറ്റും, ആ തെന്മല ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രോപ്പറായ രീതിയിലല്ല. കാര്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട് വെക്കുന്ന സമയത്ത് ആ വീടൊക്കെ വെക്കാനായിട്ട് ആ സമയത്ത് അവിടെ വന്നേക്കുന്ന സിമെൻറ്റ് മുഴുവൻ ഈ തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന സിമെൻ്റാണ് ബ്ലാക്കിൽ ആ ഏരിയയിൽ മൊത്തം ആക്കിയത്. ആ സിമെൻ്റൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചായിട്ട് എൻ്റെ പേരൻസ് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സിമെൻറ്റിൻ്റെ പകുതി തുകയ്ക്ക് ഈ സിമെൻറ്റ് വരുമ്പോൾ നാട്ടുകാർ അത് നാച്ചുറലി വാങ്ങും. അപ്പം ശരിക്കും ആ ഡാം പണിയേണ്ട സിമെൻറ്റ് പല വഴിക്ക് പോയേക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കും. അപ്പം നാളെ മുല്ലപ്പെരിയാറിന് പകരം നമ്മളൊരു ഡാം പണിത് കഴിഞ്ഞാലും അവിടെയും ഇതുപോലുള്ള കറപ്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറിനേക്കാളും വലിയ ഒരു ദുരന്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെയാ ഇതൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഇപ്പം തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിസ്റ്റർ ശ്രീധരൻ പറഞ്ഞ പോലുള്ള ഒരു സൊല്യൂഷനാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവൽ ഇപ്പം നിയമപരമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ അതിനകത്തുള്ള വാട്ടറിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റുക. അപ്പോൾ അതിന് ടണൽ പണിത് വെള്ളത്തിനെ അതിനകത്തുനിന്ന് മാക്സിമം ഡിസ്ചാർജ് ചെയ്യുക. കാര്യം തമിഴ്നാടിന് വെള്ളം വേണം ഇതിൽ നിന്നുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ ടണൽസ് പണിത് അതിലൂടെ നമ്മൾ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു അവയർനെസ് കുറച്ചുകൂടി എല്ലാവർക്കും കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിൽക്കുന്ന പ്രോബ്ലം അല്ല. ഇതൊരു വലിയ സ്കെയിലിൽ ചെയ്യേണ്ട കാര്യമാണ്. ഈവൻ സംസ്ഥാനത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അത് ഈവൻ തമിഴ്നാടിനാണ് ഇതിനകത്ത് എന്തെങ്കിലും സ്വയം മനസ്സിലാക്കിയിട്ട് ഇതൊരു വലിയ ദുരന്തമാണ്. നാളെ ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി മാറുകയാണെങ്കിൽ കേരളത്തിലുള്ള കുറേ ആൾക്കാർ മരിക്കുക മാത്രമല്ല, അതോടുകൂടി തമിഴ്നാട്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ കംപ്ലീറ്റ്ലി നിൽക്കുകയാണ്. അത് മുല്ലപ്പെരിയാറിൽ മാത്രമായിരിക്കത്തില്ല. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ള എല്ലാ ഡാമുകളും ചിലപ്പം ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പം ഈ കേരളത്തിലെ ഡാമുകളിലെ വെള്ളം കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് സംഭവിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട് തന്നെ നമ്മളെപ്പോഴും പറയും കറക്റ്റീവ് ആക്ഷൻ ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയും. ഈ കറക്റ്റീവ് ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നതിന് ശേഷം ചെയ്താണ് കറക്റ്റീവ് ആക്ഷൻ. പക്ഷേ പ്രിവെൻറ്റീവ് ആക്ഷൻ വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യുന്നുള്ളതാണ്. അതിന് തമിഴ്നാട് തന്നെ വിചാരിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഡാം ബ്ലാസ്റ്റ് ആയപ്പോൾ സാറ് പറഞ്ഞായിരുന്നല്ലോ കേരളം ഇല്ലെന്നല്ല മുകളിലോട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. പക്ഷെ അവിടെയുള്ളവരും അസുഖങ്ങൾ വന്ന് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ കമൻറ്റ്. കാര്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഡാമുകളെല്ലാം ഒരു വാട്ടർ ബോംബായിട്ട് നമ്മൾ തന്നെ കാണണം. അതിനകത്തുള്ളൊരു പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് പൊട്ടുന്ന സമയത്ത് നമ്മളിപ്പം കണ്ടതാണ്, വെറും ഒരു ഉരുള് പൊട്ടിയപ്പോൾ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയി. അതിൻ്റെ 1000 മടങ്ങ് ശക്തിയിലായിരിക്കും ഒരു മുല്ലപ്പെരിയാർ ഡാമോ. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം പൊളിയും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു ചെറിയ ഉരുൾപൊട്ടലിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. അതെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും നമ്മൾ കർണികയിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു സർ? ഷൂട്ടിങ് പാലക്കാട് അടുപ്പിച്ച് കുറേ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന മനയും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും എല്ലാം പുതുമയുള്ള സ്ഥലങ്ങളാണ്. അതൊന്നും നമ്മൾ കണ്ടു പഴകി പലപ്പോഴും മലയാള സിനിമയിലുള്ള പ്രോബ്ലം അതാണ്, ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ അതിലെ ലൊക്കേഷൻ നോക്കി അടുത്ത സിനിമ ചെയ്യും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. എവരി ഫ്രെയിം പുതിയ ലൊക്കേഷൻസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഇതൊരു നല്ല വിരുന്നാണ്, വിഷ്വൽ ട്രീറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം.
അതുപോലെ സംഗീതം നന്നായിട്ട് വന്നിട്ടുണ്ട്. സാർ അതിന്റെ ലിറിക്സ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു ഗാനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ടി ഇല്ല, ഞാനൊരു നല്ല ഗായകനല്ല. ഒരുപാട് കവിതകൾ സാർ ചെയ്തിട്ടുണ്ട്. ഒരു കവിത ചൊല്ലാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു നമ്മൾ എഴുതുന്ന ഒരു നല്ല ഗായകനായിട്ട് ഒരിക്കലും മാറുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ എഴുതിയ ഗാനം രാജലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും രാജലക്ഷ്മിയുടെ വോയിസിൽ തന്നെ നിങ്ങൾ കേൾക്കുക. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മുകേഷ് എം നായർ ഉണ്ടല്ലോ, അപ്പോൾ ആളുടെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആദ്യം ആളെ കണ്ടത് സാറിന്റെ കൂടെയാണ്. സാർ ആളുടെ റീൽസ് ഒക്കെ കാണാറുണ്ടോ? മുകേഷ് എൻ്റെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല കാര്യം. ഞാൻ തന്നെയാണ് മുകേഷിനോട് പറഞ്ഞത്, കാര്യം പുള്ളിയുടെ ഫീൽഡ് വെറും ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങേണ്ടതല്ല. കാര്യം പുള്ളിക്ക് സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് പറന്നു പോകാൻ പറ്റുന്ന ഒരു പക്ഷിയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് പുള്ളി നല്ലൊരു എന്താണ് ബ്രാൻഡിങ് മേഖലയിൽ പുള്ളി നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. ഒരു വേൾഡ് റെക്കോർഡ് ഇട്ട വ്യക്തിയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുടെ ലോഞ്ചിന് വേണ്ടിയും പരിചയപ്പെടുത്തുവാനൊക്കെ മുകേഷിന്റെ റീൽസിന് സഹായിക്കുന്നുണ്ട്. ആളെന്താണ് എന്ന് ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്. ഇല്ല, പുള്ളി നമ്മുടെ പ്രൊഫഷനെ എന്താണ് ഇഷ്ടപ്പെടുകയും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രൊഫഷൻ. മുകേഷിനെ സംബന്ധിച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ മുകേഷ് ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ മുകേഷിന് ചില കഴിവുകളുണ്ട്. ആ കഴിവ് പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിജയം. പുള്ളിക്ക് പറ്റാത്ത ഒരു മേഖലയിലല്ല പോയേക്കുന്നത്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ പുള്ളി എക്സൽ ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ തൊഴിലായിട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടാലൻറ്റും പാഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മേഖലയിൽ അതിനെ പ്രൊഫഷനാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. അതിൽ നമ്മൾ എക്സൽ ചെയ്യുകയും ചെയ്യും. അത് തന്നെയാണ് മുകേഷ് സംഭവിച്ചത്. പുള്ളിയുടെ ടാലൻറ്റും പുള്ളിയുടെ പാഷനും എവിടെയാണോ അവിടെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പുള്ളി എക്സൽ ചെയ്യുന്നുണ്ട്. ആൾക്ക് വരുന്ന എനിക്കൊന്നും ഏക നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഡ്രിങ്കിങ്ങിനെ കുറിച്ചിട്ട്, ഡ്രിങ്കിങ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ലൈക്ക് സാർ ആളുടെ ഒരു മെൻറ്റർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ല, ഡ്രിങ്കിങ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആദ്യം സർക്കാർ ഈ ഡ്രിങ്ക്സ് കൊടുക്കുന്ന പരിപാടി ആദ്യം നിർത്തണ്ടേ? കേരള സർക്കാർ തന്നെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡ്രിങ്ക്സിന്റെ പുറത്തല്ലേ. അപ്പം ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന സാധനമാണ്. അപ്പം ആസ് ലോങ് ആസ് നമ്മളുടെ ഇവിടെ ഡ്രിങ്ക്സ് ഒരു ഇല്ലീഗൽ അല്ലാത്തിടത്തോളം കാലം അത് പുള്ളി ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ തെറ്റൊന്നും കാണുന്നില്ല. അതിലൂടെ സന്തോഷം കാണുന്നവരുണ്ട്. അത് പുള്ളി അങ്ങനെ കൊച്ചുകുട്ടികളിലൊന്നും കൊണ്ടുപോയിട്ട് ഡ്രിങ്ക്സ് കൊടുക്കണം എന്ന് പുള്ളി പറയുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു കാറ്റഗറി ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ തെറ്റൊന്നും കാണുന്നില്ല. സർക്കാർ ഇത് വിൽക്കുന്നിടത്തോളം കാലം, അതിൻ്റെ ടാക്സ് വെച്ചിട്ട് സർക്കാർ ഓടുന്നിടത്തോളം കാലം മുകേഷ് നായർ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഉള്ള പ്രൊജക്ട് കർണികയാണ്. കർണികയ്ക്ക് ശേഷം ഇനി ഏതെങ്കിലും പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാം? ഞങ്ങൾ എല്ലാ വർഷവും ഓരോ മൂവി ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കർണികയുടെ ബ്യൂട്ടി എന്ന് വെച്ചാൽ കർണികയ്ക്ക് ഒരു 2ാം ഭാഗത്തിനുള്ള അവസരത്തിലാണ് അത് മൂവി എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മൂവി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് 50-50 എന്നുള്ള രീതിയിലാണ്. 50 ചാരിറ്റിക്ക് അന്തരം കൊടുക്കുക, 50 ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ സെക്കൻഡ് പാർട്ടിയുടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കർണിക എപ്പോഴേക്കായിരിക്കും റിലീസ്? ഈ 23-ാം തീയതി കർണിക റിലീസ് ആവുകയാണ്. ഗൾഫിൽ മിക്കവാറും അത് 29-ാം തീയതി 30-ാം തീയതി ആയിരിക്കും റിലീസ് വരുന്നത്. അപ്പോൾ എന്തായാലും കർണിക വലിയൊരു സക്സസ് ആവട്ടെ. അതിൽ വലിയൊരു ലാഭം ഉണ്ടാവുമ്പോൾ തന്നെ അത് നമുക്ക് എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തിയേറ്ററിൽ മാത്രമല്ല, ഇത് നമ്മൾ ഇവിടുത്തെ ഈ എല്ലാ NGOസിനും ഒരുപാട് അസോസിയേഷൻസ് ഇല്ല. ഇപ്പം ലയൺസ് ക്ലബ് ആവട്ടെ, റോട്ടറി ക്ലബ് ആവട്ടെ, പല അസോസിയേഷൻസ്, ഇവർക്ക് തീർച്ചയായിട്ടും ഈ മൂവി ഞങ്ങൾ കൊടുക്കുകയാണ്. അവർക്കത് പ്രദർശിപ്പിക്കാം. അതിൻ്റെ റവന്യൂ അവർക്ക് നേരിട്ട് ഈ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാം. ആ രീതിയിലാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.